നമ്മൾ മൊബൈൽ ഫോൺ മാത്രമല്ല അപ്ഡേറ്റഡ് ആവുക. ഫോൺ നമ്മൾ രാത്രി അപ്ഡേഷൻസ് ഒക്കെ കൊടുക്കേണ്ട ദിവസം ചാർജിലൊക്കെ വെച്ച് സ്വിച്ച് ഓഫ് ആവും അല്ലേ? ഫോൺ താനെ സ്വിച്ച് ഓഫ് ആയി രാവിലെ ആകുമ്പോഴത്തേന് ഫോണിന്റെ മൊബൈൽ ഫോണിന്റെ അപ്ഡേറ്റഡ് വേർഷൻ വരും. ആപ്ലിക്കേഷൻസ് ഒക്കെ പല മാറ്റങ്ങളും കളറിലൊക്കെ മാറ്റമൊക്കെ വന്നിട്ടുണ്ടാവും മൊബൈൽ ഫോണിന്. പക്ഷേ ഉണ്ടല്ലോ ഫോണിന് മാത്രമല്ല അപ്ഡേഷൻ സംഭവിക്കാം. മകളായി ജനിച്ച ഞാൻ ആ മകളാവുന്നതോട് കൂടിയിട്ട് പെങ്ങളും ആയിട്ടുണ്ട്. അല്ലെങ്കിൽ മകനായി ജനിച്ച ഒരാള് മകനാവുന്നതോടൊപ്പം ആങ്ങളയായിട്ടുണ്ട്. എൻ്റെ ബാധ്യതയാ എൻ്റെ ജീവിതത്തിൽ. ഞാൻ പെങ്ങളാണെന്നുണ്ടെങ്കിൽ, ഞാൻ താത്തയാണ് എങ്കിൽ, ഞാൻ അനിയത്തിയാണ് എങ്കിൽ, ഞാൻ ആങ്ങളയാണ് എങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മികച്ച പെങ്ങളാവാൻ, ഏറ്റവും മികച്ച ആങ്ങളയാവാൻ, ഏറ്റവും മികച്ച ഇത്താത്തയും അനിയത്തിയും ആവാൻ ഞാൻ ശ്രമിക്കേണ്ടതുണ്ട്, ഞാൻ ആവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലേ? സഹോദരി ബന്ധം അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒന്നാ, അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒന്നാണ്. പരിശുദ്ധ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അനുരഞ്ജിപ്പുണ്ടാക്കുക. സഹോദരങ്ങൾക്കിടയിൽ അനുരഞ്ജിപ്പ് ഉണ്ടാക്കാനാണ് പറയുന്നത്. സഹോദരങ്ങൾക്കിടയിലെ ഒരു ദിവസം ക്ലിനിക്കിലെയും ഒരു കേസിലാണ് ഞാൻ. അപ്പോൾ ക്യാബിനിൽ വെയിറ്റിംഗ് റൂമിൽ 2 കേസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1.5-2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ആ ഉള്ളിലുള്ള കൺസൾട്ടേഷൻ റൂമിലുള്ള കേസ് തീരാൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിക്കൂർ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള ഈ 2 കുടുംബങ്ങളും 2 കേസും പരസ്പരം ഒന്ന് ചിരിക്കുകയും മിണ്ടുകയോ വർത്താനം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് ആ സമയത്തൊന്നും എന്നെ അത്ഭുതപ്പെടുത്തിയില്ല. ഈ ഫസ്റ്റ് കേസ് കഴിഞ്ഞ് 2ാമത്തെ കേസ് കയറിയപ്പോഴാണ് ഞാൻ അന്തം വിട്ടുപോയത്. ഈ പുറത്ത് 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത ഒരാണും പെണ്ണും അവരുടെ കുടുംബമാണുള്ളത്. ഇവർ 2 ഒരു ആങ്ങളെയും പെങ്ങളും ആണല്ലോ. അവരുടെ മക്കൾ കൂടെ ഉണ്ട്, അവരുടെ ഭാര്യമാരും മക്കളൊക്കെ കൂടെ ഉണ്ട്. ഇവരുടെ മക്കൾ പോലും പരസ്പരം ഒന്ന് നോക്കുകയോ ചിരിക്കുകയോ പോലും ചെയ്തിട്ടില്ല എന്ന്